ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി ചൊക്രമുടിയിലെ കയ്യേറ്റക്കാർ വീണ്ടും മേഖലയിൽ സജീവമാക്കാൻ ശ്രമിക്കുന്നതായി പരാതി. മുമ്പ് കയ്യേറ്റമഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്ത് സീൽ ചെയ്ത ഗേറ്റ് തകർത്തു. കയ്യേറ്റക്കാർ തകർത്തതാണോ എന്ന സംശയമുണ്ടെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചൊക്രമുടി മലനിര വ്യാപകമായി കയ്യേറുകയും നീലക്കുറിഞ്ഞികളടക്കം പിഴുതെറിഞ്ഞ നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ചെയ്തത് വിവാദമായതോടെ സർക്കാർ ഇടപെടുകയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും കയ്യേറ്റ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന റിസോർട്ടുകൾ ഏറ്റെടുത്ത് സീലും ചെയ്തിരുന്നു. ഇവിടേക്കുള്ള വഴിയിലെ ഗേറ്റും റവന്യൂ വകുപ്പ് സീൽ ചെയ്താണ് മടങ്ങിയത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടതോടെയാണ് ഗേറ്റ് തകർത്ത ആളുകൾ അകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. ഇത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മേഖലയിൽ കയ്യേറ്റ മാഫിയ പിടിമുറുക്കുന്നതാണോ എന്ന സംശയമാണ് പ്രദേശവാസികളും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ചൊക്രമുടി കയ്യേറ്റം വിവാദമായതിനെ തുടർന്ന് സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയും അതിനുശേഷം ഇവിടെ ഗേറ്റ് സ്ഥാപിക്കുകയുണ്ടായി. താഴിട്ട് പൂട്ടിയതാണ്. ഇതിന് തിരുവനന്തപുരം നിന്നുള്ള വിജിലൻസിൻ്റെ ഉയർന്ന ഓഫീസേഴ്സ് വരെ അന്വേഷണം നടത്തിയിട്ടാണ് ഇവിടെ ഗേറ്റ് സ്ഥാപിച്ചത്. വീണ്ടും അവരിവിടെ സർക്കാരിൻ്റെ ശ്രദ്ധ ഈ ഭാഗത്തില്ല എന്ന ഒരു നിഗമനത്തിൽ അവർ കയ്യേറ്റം തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവികുളം സബ് കളക്ടറെ ഓഫീസ് ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹവും ഈ കയ്യേറ്റം ഈ ഗേറ്റ് പൊളിച്ചതും ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം ജില്ലാ കളക്ടർ അടക്കം ഇവിടെ സ്ഥലം സന്ദർശിച്ച് ഇവിടെ CCTV അടക്കം സ്ഥാപിക്കുകയോ ട്രസ്പാസ് തടയണം. കാരണം സീൽ ചെയ്ത ഗേറ്റ് തകർത്ത ആളുകൾ അകത്ത് കടന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. അതേസമയം ചൊക്രമുടി മലമുകളിൽ ആദിവാസി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് നിർമ്മിച്ച തടയണ പൊളിച്ച് ജലമൊഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചൊക്രമുടിയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി മുമ്പോട്ടു പോകുമെന്ന നിലപാടിലാണ് ആദിവാസി ജനവിഭാഗമടക്കമുള്ളവർ. സിറ്റി വിഷൻ, ബൈസൺ മാലി.